ഉപ്പ 2 വർഷമായിട്ട് നിങ്ങളെ സർവൻറ്റിനെ വെച്ചിട്ട് ഇവിടെ നോക്കുകയാണ്. ഞങ്ങൾക്ക് ഏതായാലും ഇവിടെ വന്ന് നിൽക്കാൻ കഴിയൂല. ഞങ്ങൾ UK സെറ്റിലാകാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളെ ഞങ്ങൾ വൃദ്ധസദനത്തിലാക്കി തരാം. പിന്നെ അത് മാത്രമല്ല, അവിടെ നല്ല കെയറിങ് ആണ്. ഈ ഒറ്റപ്പെടലിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവില്ല. നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജോളിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഉപ്പ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. ജോലി തിരക്കിന്റെ അടിയിൽ കൂടി നിങ്ങളെ നോക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഈ വീട് ഇപ്പോൾ വിൽക്കൽ നിർബന്ധമാണ്. എടോ എത്ര നേരമായി ഞാൻ നിൽക്കൽ തുടങ്ങിയിട്ട് എനിക്ക് വേറെ ട്രിപ്പ് ഉണ്ട്. വല്ലതും നടക്കുവോ? കുറച്ചേരം വെയിറ്റ് ചെയ്യടോ. ഇവർക്കാണ് നമ്മൾ ആ വീട് വിറ്റിട്ടുള്ളത്. താക്കോൽ ഉപ്പാന്റെ കൈ കൊണ്ട് തന്നെ കൊടുത്തോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞങ്ങളെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളുണ്ടാവും കേട്ടോ. 5-8 വർഷം മക്കളില്ലാതെ ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിച്ചു. പൊന്നുപോലത്തെ 2 മക്കളെ പഠിച്ചവൻ തന്നു. ഇന്ന് ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കേണ്ടത് എന്റെ ഭാര്യ പോയ സ്ഥലത്തേക്ക് ഇന്നെയൊന്ന് കൊണ്ടോണേന്ന്. ആ പഠിച്ചവന് അത് കേൾക്കണില്ല. നിങ്ങൾ പറഞ്ഞേ ആ പഠിച്ചോൻ വിളിച്ചനെ വരെ എൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുമോ? എൻ്റെ വാപ്പായിട്ട്. പാ